ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അരവിന്ദാക്ഷൻ സർ, എത്രയും പെട്ടെന്നൊരു ടീമിനെ ഉണ്ടാക്കണം. നഗരത്തിലെ എല്ലാ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും പരിശോധന നടത്തണം. കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് റൂം എടുത്ത ആളുകളുടെ മുഴുവൻ വിവരം എടുക്കണം. സംശയം തോന്നുന്ന ആരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ എന്നെ അപ്പൊ തന്നെ അറിയിക്കണം. ഞാൻ അരമണിക്കൂറിൽ ഓഫീസിലുണ്ടാവും. ഇത് സാധാരണക്കാരുടെ ജീവന്റെ പ്രശ്നോ? ബോംബ് ഡിസ്പോസൽ ടീമും ഡോഗ് സ്ക്വാഡും ഒക്കെ റെഡിയായി നിൽക്കണം. അതേപോലെ തന്നെ ഡ്രോൺ ഓപ്പറേറ്റർമാരെയും ആവശ്യം വരും. അറേഞ്ച് എവറിത്തിങ്. പെർമിഷന്റെ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം. സോറി മോളെ, അമ്മയ്ക്ക് പോവാതെ പറ്റില്ല. സാരമില്ലമ്മേ, അമ്മ കുറെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ പോന്നേന്ന് എനിക്കറിയാം. അതിനേക്കാൾ വലുതൊന്നുമല്ല എന്റെ ഹോംവർക്ക്. ടീച്ചർ ചോദിച്ചാ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടോളാം. ടീച്ചർ വഴക്ക് പറയുകയാണെങ്കിലേ അമ്മയെ ഫോൺ ചെയ്യാൻ പറഞ്ഞാ മതി. ഞാൻ ടീച്ചറോട് സംസാരിച്ചോളാം. അതൊന്നും വേണ്ട, അമ്മ നാടിന്റെ കാര്യം നോക്കിയാ മതി. സ്കൂളിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നല്ല കുട്ടി. മോളെ, ഗൗരിമുത്തശ്ശി ഒരുപാട് ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യല്ലേ. മോള് തന്നെ ബുക്സ് എല്ലാം എടുത്ത് വെക്കണേ. എന്നാ അമ്മ പോയിട്ട് വരട്ടെ. എന്നെ ഓഫീസിൽ വിട്ടു കഴിഞ്ഞാ മോളെ ഒന്ന് സ്കൂളിൽ വിടണം. സ്കൂളിൽ പോകുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണേ. എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് കൊറേ ഹോംവർക്ക് ചെയ്യാനുണ്ട്. എന്നെ സഹായിക്കാൻ വീട്ടിൽ ആർക്കും സമയമില്ല. അതെന്താ? എല്ലാവർക്കും ഓരോരോ തിരക്കുകളാ. കുഞ്ഞമ്മയ്ക്ക് പരീക്ഷയുണ്ട്, മുകുന്ദനങ്ങളിൽ കോടതി പോണം, മുത്തശ്ശിക്ക് അഭിനയിക്കാനും പോണം. അപ്പൊ അമ്മയോ? അമ്മയ്ക്ക് എന്റെ ഹോംവർക്ക് ചെയ്തോണ്ടിരുന്നാ മതിയോ? ഈ നാടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിന്റെ ഇടയിൽ എന്റെ കാര്യം നോക്കാൻ എങ്ങനെയാ സമയം കിട്ടാ? അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് തെറ്റല്ലേ ജയിക്ക്? ഇതിനാണ് എന്നെ പോലെ ഒരു പണിയും ഇല്ലാത്ത കുറച്ച് കൂട്ടുകാരുണ്ടാവണമെന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോ വേണമെങ്കിലും എന്ത് സഹായം ചെയ്തു തരാനും റെഡിയാണ്. ജികേക്ക് ഇത് ചെയ്യാൻ അറിയോ? 1ാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ അല്ലേ, അത് കുഴപ്പമില്ല. അതെ, വിഷയം എന്താ? ഡ്രോയിങ്ങാ. കുറച്ച് ആനിമൽസിന്റെ പടം വരയ്ക്കണം. അത്രേ ഉള്ളു. അതിനൊക്കെ ഞാൻ മതി. ഏതൊക്കെ മൃഗങ്ങളാ വേണ്ടെന്ന് പറഞ്ഞാ മതി, ഈ GK വരച്ചു തന്നിരിക്കും. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരെ മായുന്നിതാ. വായു 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 വായു, ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ. വായു 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 വായു, ഇനി മണ്ണിലെ പുതുവർണ്ണങ്ങളിൽ വിരലോടിച്ചു ലാളിച്ചു പൂങ്കാറ്റുപോ. പുലരുളി വന്നു ചേരും
ചേരുന്നിതാ നിഴലല ദൂരെ മായുന്നിതാ എന്നാ പോവാം. വായു വായു അയ്യോ കഴിഞ്ഞിട്ടില്ല. വായു വായു എനിക്ക് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറേണ്ട കാര്യമുണ്ട്. എമർജൻസിയാ. ഒരു കാര്യം ചെയ്തോ, മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിക്കോളാം. ബിജുക്കുട്ടൻ പൊയ്ക്കോ. ഒരു കുഴപ്പമുണ്ടാവില്ല, ധൈര്യമായിട്ട് പൊയ്ക്കോ. ഞാൻ ജിക്കയുടെ കൂടെ പൊയ്ക്കോളാം അങ്കിളെ. ഉം. അപ്പൊ നമുക്ക് വരച്ചാലോ? ഇലത്തുമ്പിലിന്നാകെ തിളങ്ങുന്നു വൈഡൂര്യം തൂവയിൽ തുമ്പീതിലേ. വസന്തങ്ങൾ വന്നാകെ വലം വെച്ചു പോലവേ ഇന്നെന്തു സൗരഭമാ. ഇനിയുമുണരൂ അരികിലണയൂ നീ കാണാത്ത തീരങ്ങൾ കാണാൻ വായു. പുലരുളി വന്നു ചേരുന്നിതാ നിഴലല ദൂരെ മായുന്നിതാ. വായു 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 ആ സമ്മേളനം നല്ല ഭംഗിയായിട്ട് നടന്നല്ലോ. ബോംബ് സ്ഫോടനം നടത്താൻ വന്ന ആൾക്കാരെ നിങ്ങൾ പിടിച്ചു കാണുമല്ലേ? അവിടെ സ്ഫോടനം നടത്താനുള്ള പരിപാടിയൊന്നും ആർക്കും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഭീഷണിയോ? അവരുടെ സമ്മേളനത്തിന് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി ആ പാർട്ടിക്കാർ തന്നെ ചെയ്തതാ ഒരു വ്യാജ ബോംബ് ഭീഷണി. ഓ, നാട്ടുകാരെല്ലാരും ബോംബ് പൊട്ടുന്ന ലൈവായിട്ട് കാണാൻ വേണ്ടി സമ്മേളനം മൊത്തം തത്സമയം കണ്ടോണ്ടിരുന്നു. ഇവന്മാരൊക്കെ കൈ കിട്ടിയാലേ വെറുതെ വിടരുത് മഞ്ജു. ഇതൊക്കെ ചെയ്യുന്നതേ ബോധമുറയ്ക്കാത്ത പിള്ളേരാ. അവരൊക്കെ അറസ്റ്റ് ചെയ്താ അവരുടെ ഭാവി പോകുന്നല്ലാതെ ഒരു കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാ. കുറെ ആളുകളുടെ ജീവൻ അപകടത്തിലാണല്ലോ എന്ന് കരുതി ഞാൻ എന്റെ മോളുടെ ആവശ്യങ്ങൾ പോലും വകവയ്ക്കാതെ ഡ്യൂട്ടിക്ക് പോയത്. അമ്മൂനുണ്ടായ വിഷമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് കുറ്റബോധം തോന്നുന്നത്. എന്നാലേ അങ്ങനെ ഒരു കുറ്റബോധം മഞ്ജുവിന് വേണ്ട. അമ്മൂനെ അങ്ങനെ ഒരു സങ്കടം ഇല്ലാന്ന് മാത്രമല്ല, നല്ല സന്തോഷത്തിലുവാ. ആഹാ, ആ അത് തിരിപ്പുണ്ട്. ഇത് ഞാൻ വരച്ചത്, ഇത് ഞാൻ വരച്ചതാ. എന്നാലും സമ്മതിക്കണം, ജീവനുള്ള പോലെയല്ലേ വരച്ചു വെച്ചിരിക്കുന്നത്. അതാ ടീച്ചറും പറഞ്ഞത്. എനിക്ക് വേണ്ടി ക്ലാസ്സിലുള്ള എല്ലാരെയും കൊണ്ട് കൈയടിപ്പിച്ചു. അയ്യോ, ആ അമ്മേ, ഇത് കണ്ടോ?